പക്ഷേ എനിക്ക് കൺട്രോൾ ഉണ്ട്, അത് എൻ്റെ അക്കൗണ്ട് അല്ലേ. അപ്പം ഞാൻ എനിക്കിഷ്ടമില്ലാത്തത് കമൻറ്റ് കാണുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും, ആ കമന്റ് ഇടുന്ന ആളെ ഞാൻ ബ്ലോക്ക് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള റീൽസ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറയുന്നത് ആളുകളെ വളർത്തിയിട്ടുണ്ട്, തളർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും കുറച്ച് ഭയങ്കര വിഷമം വരുന്ന റീൽസ് ഒക്കെ ഇടുമ്പോൾ കമന്റുകളോ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജുകളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പേഴ്സണൽ മെസ്സേജ് ഒന്നുമില്ല. ഞാൻ മറ്റേ മെസ്സേജ് റിക്വസ്റ്റ് വന്നിട്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്താൽ തന്നെ എനിക്ക് മെസ്സേജ് കിട്ടുള്ളൂ. അപ്പോൾ വേണ്ട ആൾക്കാരെ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, നമ്മളറിയാത്ത ആൾക്കാരെ ഞാൻ നോക്കാറില്ല. പിന്നെ കമൻസ് എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമില്ലാത്ത കമൻസ് കാണുകയാണെങ്കിൽ ഞാൻ ആ കമൻറ്റ് ഓൺ ദ സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. എനിക്കിഷ്ടമുള്ള എൻ്റെ അക്കൗണ്ടിൽ എനിക്കിഷ്ടമുള്ളത് കടന്നാൽ മതിയല്ലോ. അത് ഞാൻ നെഗറ്റിവിറ്റി വെറുതെ അവിടെ കടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യം. പിന്നെ അതല്ല, ഒരാള് നെഗറ്റീവ് ഇടാന്ന് പറയുന്നത് അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി വരുന്നില്ല ശരിക്കും. സങ്കടം തോന്നുന്നു? സങ്കടമല്ല, എനിക്കത് ഇഷ്ടം തോന്നാറില്ല. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ അക്കൗണ്ട് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിങ്ങളതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇടുമ്പോൾ അവിടെ വരുന്ന കമൻസിൻ്റെ മുകളിൽ എനിക്ക് കൺട്രോൾ ഇല്ല. ഇതിൽ പക്ഷേ എനിക്ക് കൺട്രോൾ ഉണ്ട്, അത് എൻ്റെ അക്കൗണ്ട് അല്ലേ. അപ്പം ഞാൻ എനിക്കിഷ്ടമില്ലാത്തത് കമൻറ്റ് കാണുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും, ആ കമൻറ്റ് ഇടുന്ന ആളെ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയും ചെയ്യും. ഇല്ല, മറുപടി കൊടുക്കാനേ നിൽക്കാറില്ല, ഒന്നും കൊടുക്കില്ല. ആ കമൻറ്റ് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും, ആ കമൻറ്റ് ഇട്ടാളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. കാരണം അങ്ങനത്തെ കമൻറ്റുകൾ അവിടെ കടന്ന ബാക്കി ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ആയിരിക്കും, ഓ എന്നാൽ കുറച്ചുകൂടി അങ്ങനത്തെ കമൻറ്റ്സ് ഇടാന്നുള്ളത്. ഒരു മറുപടിക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ല, ഓൾ ദ ബെസ്റ്റ് തൊട്ടാ ചിലപ്പോൾ ലൈക്ക് മാത്രം കൊടുക്കത്തില്ല, മോശം കമന്റ് മറുപടി നല്ല കമന്റ്സ് ഇടുകയാണെങ്കിൽ ഞാൻ മറുപടി കൊടുക്കും. അധികം എനിക്ക് നല്ല കമന്റ്സ് തന്നെ വരുള്ളൂ. അങ്ങനെ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ തന്നെ മോശമായിട്ടൊന്നും അങ്ങനെ ഇപ്പോൾ മോശം ഇടാൻ അല്ല, ഒന്നും കാണാറില്ല മോശമായിട്ട്. ചിലത് എനിക്ക് ഇഷ്ടമാവാത്തത് വരുമ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും. അല്ലാതെ അതിന് റിപ്ലൈ കൊടുക്കുക, അതിൻ്റെ മുകളിൽ തൂങ്ങി പിടിച്ച് വഴക്കൂടാൻ നിൽക്കുക ഒന്നും ചെയ്യാറില്ല. മനസ്സമാധാനമാണല്ലോ നമുക്ക് ലൈഫിൽ വേണ്ടത്. ഇൻസ്റ്റാഗ്രാമിലെ ബയോ നോക്കിക്കഴിഞ്ഞാൽ ലൈവ് ലവ് ലാഫ് എന്നാണ് ലിവ് ലവ് ലവ്. അപ്പം ജീവിതത്തിൽ അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, അത് തന്നെയാണ് പോളിസി. അല്ല, ലിവ് ലവ് ലാഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാവർക്കും ചിരിക്കാൻ നല്ല ഇഷ്ടമല്ലേ. അപ്പം നമ്മൾ ബേസിക്കലി സന്തോഷമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നിനെക്കുറിച്ചും ബോധർ ചെയ്യാതെ ഈ ഒരു മൊമെൻറ്റിൽ, ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഇരുന്ന് എനിക്ക് സന്തോഷിക്കാൻ പറ്റണുണ്ട്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു അക്യുമുലേഷൻ അല്ലേ ഈ ഒരു മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ബേസിക്കലി ഹാപ്പി ആയിട്ട് ഇരിക്കുക, അത് തന്നെയാണ് ഞാൻ വാട്സാപ്പിലും വെച്ചിരിക്കുന്നത്. ലിവ് ലവ് ലാഫ് തന്നെയാണ്. ഈ ഇപ്പം ശരിക്കും ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സ്ട്രഗിൾ ചിലപ്പോൾ സൗമ്യയ്ക്ക് ഉണ്ടായിട്ടില്ലായിരിക്കും. കാരണം അതിൻ്റെ ചിലപ്പോൾ ഒരു കുട്ടിക്കാലം മുതലൊരു പാഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ പുറകെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. കാരണം അത് ഇല്ല, നമ്മുടെ ലൈഫ് പോകുന്നതനുസരിച്ച് വരുന്നു. പക്ഷേ ആ ഒരു ഈ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവരോട് സൗമ്യ ആസ് എൻ ആക്ടിസ്റ്റ് ഇപ്പോൾ ഒരു ഫസ്റ്റ് പടം ഡെബ്യൂ ചെയ്തിരിക്കുകയാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് അല്ല ആസ് എൻ ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീങ്, എന്താണ് സൗമ്യയ്ക്കുള്ളൊരു ടേക്ക് ഓൺ പറയാനുള്ളത് എന്താ അവരോട്? എനിക്ക് സ്ട്രഗിൾ ഉണ്ടായിട്ടില്ലേ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആൻഡോ ചേട്ടൻ ആദ്യം അപ്രോച്ച് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എസ് എൻ സ്വാമി സാറിനെ വേഗം പരിചയപ്പെടാൻ പറ്റി. സ്വാമി സാർ എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു ജേർണി ഈസി ആയിരുന്നു. പക്ഷേ നമ്മൾ കാണാറില്ലേ, ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്തിട്ട് ഓഡീഷൻസിന് പോകണു, ഭയങ്കരമായിട്ട് മോഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പാവം ഒന്നും കിട്ടൂലേ. അപ്പോൾ അത് കാണുമ്പോൾ സങ്കടമാണ്. പക്ഷേ ഇപ്പോൾ ആർക്കായാലും ഈസി ആയിട്ട് വന്നാലും എനിക്ക് തോന്നുന്നു പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ നിലനിൽക്കാൻ വേണ്ട ഒരു കാര്യം. നല്ലോണം ക്ഷമ വേണ്ടി വരും. ഇപ്പോൾ ഒരു സിനിമ വിജയിച്ചാലും അടുത്ത 2-3 പെരാജയപ്പെട്ടാൽ പിന്നെ വിളിക്കില്ലല്ലോ ആരും. അപ്പോൾ നല്ലോണം ക്ഷമയോടുകൂടി ഇരുന്നാൽ പേഷ്യൻസ് എന്നുള്ള കാര്യമാണ് ആർക്കായാലും വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ചെറുപ്പം മുതൽ ഡാൻസ് കളിക്കുമ്പോഴും സിനിമയുടെ ഒരു ആഗ്രഹം തോന്നിയിരുന്നല്ലോ. അത് ഗ്രാമമായതുകൊണ്ടും പിന്നെ പാരൻസ് അത്തരത്തിലുള്ള ഒരു സിനിമേനെ പ്രൊമോട്ട് ചെയ്യാത്തവരായതുകൊണ്ടും ആ ഒരു ആഗ്രഹം എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടാണോ മാരേജിലോട്ടൊക്കെ കടന്നു പോയത്? അതോ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, എപ്പോഴെങ്കിലും ഒരു അവസ്ഥ? അല്ല, ഞാനങ്ങനെ ഇപ്പോൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ലിറ്റിൽ ഫ്ലവർ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ മിസ് LF അത് ഗേൾസ് ഓൺലി കോളേജായിരുന്നു. അപ്പോൾ അതൊന്നും അമ്മ ടീച്ചറാണ്. അപ്പോൾ നമുക്ക് ഊഹിച്ചറിയാലോ, ഒരു ടീച്ചറുടെ മകൾ എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിലത്തെ എല്ലാ ടീച്ചേഴ്സിനെയും നമുക്ക് ഭയങ്കര പരിചയമായിരിക്കും. അപ്പോൾ പഠിക്കാതെ ഒന്നും പറ്റില്ല. അപ്പോൾ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടുത്തെ എക്സ്ട്രാ എല്ലാ ആക്ടിവിറ്റീസിലും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ +2 ഡിഗ്രി, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കോളേജുകളിലത്തെ പരിപാടിക്കൊക്കെ സമ്മതിക്കും, അല്ലാതെ അതിൻ്റെ പുറത്തുള്ള ഒരു കാര്യത്തിനും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ സിനിമയൊന്നും അങ്ങനെ ഉള്ളിൽ മോഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എയർ ഹോസ്റ്റസ് ആവണമെന്നൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞപ്പോൾ തന്നെ അത് താല്പര്യമില്ല. എയർ ഹോസ്റ്റസ് ഒന്നും ആവണ്ടാവില്ല, ടീച്ചറോ എന്തെങ്കിലുമൊക്കെ ആയാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പിന്നെ അവരോടല്ലേ സിനിമയുടെ കാര്യം പറയണേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.